എന്താ ചേച്ചാ ചൊറിയുണ്ടോ നോക്കിയാ ചൊറിയണോ? ഓ ഓക്കേ അത് കുഴപ്പം. നീ കൊണ്ട് മാറ്റം കൊണ്ട് നോക്കങ്ങോട്ട്. നോക്കാം. കട ആ കട നോക്കട്ടെ. എന്തോ ഇവിടെ ചുമന്ന് നടക്കുന്നുണ്ട്. ചൊറി അങ്ങോട്ട് ചുമ നടക്കണ ഇവിടുന്ന്. ആ ചൊറി അങ്ങോട്ട് നേരെ മതിയാ പോരെ അങ്ങോട്ട് ചൊറി നല്ലോണം ചൊറി. കൈവേദന എടുക്കുന്നെന്ന്. നീ അങ്ങോട്ട് നേരെ ചൊറി. ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. ശരിക്കും സത്യം. കൊള്ളാം കൊള്ളാം. കളിപ്പാട്ടത്തിനുള്ള ആയില്ല. കൊള്ളാം കൊള്ളാം. അങ്ങനെ വരട്ടെ. നീ ആടാ എന്റെ ഭാഗ്യം. കളിപ്പാട്ടല്ല എന്റെ സ്വത്ത് മൊത്തം ഞാൻ ചെയ്ത് തരും. തിരിഞ്ഞോ? കൊള്ളാം. എന്താണ് അടിക്കുന്നത്? എന്തിനാ അടിക്കുന്നോ? തിരിഞ്ഞങ്ങോട്ട് നോക്ക്. ഇതേത് കൊച്ച്? ഇത് നിങ്ങളുടെ ഭാഗ്യം. എന്റെ ഭാഗ്യം. നീ എന്താന്ന് പറയണത്? ആരെന്ന് പറ. ഇതാരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരും മോളെ നീ? കൊറേ നേരം ഞങ്ങള് ചോദിച്ചു. അയ്യോ തന്നെ എന്ത് മക്കളാ വന്നത്? എന്നെ കാണാനാ വന്നത്? എവിടെ നിന്ന് വരുന്നു? ഓ അങ്ങ് ദൂരെ നിന്നാ? എല്ലാം അങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ? എത്ര വർഷമായിട്ടുള്ള പരിചയം? നീ പോടി വേണത്. എനിക്ക് പരിചയമൊന്നുമില്ല. പിന്നെ എങ്ങനെ കൊച്ചു കാണിക്കുന്നതെല്ലാം മനസ്സിലായി? ഞങ്ങൾക്ക് എത്ര നേരമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അത് ഞാൻ ഊഹിച്ചെടുത്ത്. കറക്റ്റ് ആണല്ലോ ഊഹമൊക്കെ. മനുഷ്യന് ഇത് നിങ്ങളുടെ കൊച്ചല്ലേ? വൃത്തിയോട് പറയല്ലേ കേട്ടോ. ഓ നിങ്ങൾക്ക് കാണിക്കാം. ഞങ്ങൾക്ക് പറയുന്നതാണ് ഇപ്പൊ കുഴപ്പം മൊത്തം. കാണിക്കാ ഞാൻ പിള്ളേർ പിള്ളേരുടെ മുമ്പ് വെച്ച് പറയേണ്ടത് തന്നെ പറയുന്നത്. ചോയ്ക്ക് എന്തിനാ വന്നതെന്ന് ചോയ്ക്ക്. മോൾ എന്തിനാ വന്നത്? മോൻ എന്തിനാ ഇവിടെ വന്നത്? മോൻ എന്തിനാ വന്നേ? കാണാൻ നിങ്ങളെ കാണാൻ. ഇത് ആരാ? ഇത് അമ്മേനെ കല്യാണം കഴിച്ചതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല. അപ്പൊ അതിന് കുഴപ്പമില്ലേ? ഓ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത് ഭാഗ്യം. സത്യം കൊച്ചിന്റെ അമ്മയും നിങ്ങളുമായിട്ട് എന്ത് ബന്ധം? എനിക്ക് അറിഞ്ഞു പോലും കൂടെ അമ്മയും അമ്മൂമ്മയൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്കൊന്നും അറിയണ്ട ശിവേട്ട. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ പൈങ്കിളിയും ശിവനുമായിട്ട് ഞാൻ പറയിപ്പിക്കാടേ. സത്യം ഞാൻ പറയിപ്പിക്കാം. പറയിപ്പിക്കാൻ പറ്റിയ കൊള്ളാം. ആടെ ഇറക്കാം ഇങ്ങോട്ട്. അച്ഛനും മോളും കൂടെ അങ്ങ് ഇരുന്നു. ഇവിടെ മനുഷ്യനാ കൂടിയും പിന്നെ അങ്ങ് ഇരുന്നാ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കല്ലേ. മക്കളെ നീ എന്തിനു വന്നത്? മക്കളെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എന്നെ കാണാനാ? അതെന്തിനാണ്? അമ്മേ അമ്മേനെയും കൂടെ വിളിച്ചു വരുത്തി ഇങ്ങോട്ട്. വേണ്ട നമുക്കിവിടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ പിന്നെ വെയിറ്റിംഗ് കടക്കെ എടുത്ത്. എടി നീ ഒന്നും ഇവിടെ നില്ല്. നീ പകുതിക്ക് വന്ന് മനുഷ്യനെ കൊല്ലണം എന്തിന്? മക്കളെ നീ എന്തിനു വന്നതെന്നുള്ള കാര്യം പറ. എന്തിനു വന്നത്? എന്നെ കാണാൻ അതെനിക്ക് മനസ്സിലായി. എന്നെ എന്തിനാണ് കാണുന്നത്? എന്തിനാണ് കാണുന്നത്? നീ ആവശ്യമില്ലാത്ത ആക്ഷനാ കാണിച്ചു. കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചോദിച്ചറിഞ്ഞോ? സംസാരിക്കാനല്ലേ പറ്റാത്തുള്ളൂ. മോനെ ഞാൻ പറയാം എഴുതണം. സൂപ്പർ ഐഡിയ. മോനെ ഇത് പിടി. പറയുന്നത് എഴുതണേ. മോൻ എവിടുന്നാ വന്നേ? നീ പഠിച്ച് മിണ്ടത്തൊന്നും ഞാൻ പറഞ്ഞു കൊച്ചിരിക്കുന്നു. പറ എവിടുന്നാ വന്നേ? എഴുത്. ഇവിടെ നിന്നാണ് വന്നേ. മാപ്പാണെന്ന് തോന്നിയിരിക്കുന്നത്. വേറെ അറിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ?
അയ്യോ ഇത് വീട് വീട്. അയ്യോ എനിക്ക് മനസ്സിലായില്ല അത് വീടായിരുന്നു. അല്ല ഇവിടെ നോക്കിയപ്പോ ഞാൻ വെച്ച് എമ്മെന്നായിരിക്കും. എഴുതാനും അറിയത്തില്ല, സംസാരിക്കാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. എവിടുന്ന് കിട്ടി? നീയല്ലേ വിളിച്ചോണ്ട് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോണം, അല്ലെ നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ ഇവിടെ ഉപേക്ഷിക്കും. നിനക്ക് എന്തിനു കുഴപ്പം? ഞാൻ എന്ത് എനിക്കൊന്നും കുഴപ്പം.